കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ചിട്ടായിരുന്നു. ഇവിടെയായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. സോ നെക്സ്റ്റ് ഗ്ലാൻഡ് ഈസ് പൈനിയൽ ഗ്ലാൻഡ്. പൈനിയൽ ഗ്ലാൻഡ് എവിടെ കിടക്കുന്നത്? ഡയൻസെഫലോണിന്റെ ടോർസൽ സർഫസിലാണ് ആര് കിടക്കുന്നത്? ഡയൻസെഫലോൺ. ഈ ഡയൻസെഫലോൺ ഉണ്ടല്ലോ എപ്പിതലാമസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൈനിയൽ സ്റ്റോം. ഈ പൈനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ പേരാണ് മെലാറ്റോണിൻ. ഓക്കെ, മെലാറ്റോണിൻ. ആക്ച്വലി ഈ മെലാറ്റോണിന് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പൈനിയൽ ഗ്ലാൻഡിൽ കിടക്കുന്ന പൈനിലോസൈറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ റെറ്റിനയിലും GI ട്രാക്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിനും പൈനിലോസൈറ്റ് കിടക്കുന്നുണ്ട്. അവരാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെലാറ്റോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി പ്യൂബർട്ടിയുടെ സമയത്ത് ഈ ഗ്ലാൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും, അട്രോഫീസ്. പിന്നെ ഇതെന്തിനാണ് സഹായിക്കുന്നത്? നമ്മളെ സെക്ഷൽ ഡെവലപ്മെന്റിനെ സഹായിക്കും. ഇവര് പെർട്ടിക്കുലർലി നൈറ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാം, ചില ആളുകൾ, ചില ജീവികൾ കൂടുതലായിട്ട് ഉറങ്ങും. അപ്പൊ ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് നൈറ്റ് കാണപ്പെടാറുണ്ടല്ലോ. അപ്പൊ അവിടെ കൂടുതലായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ സർക്കാഡിയൻ റിതത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? പൈനിയൽ ഗ്ലാൻഡ് ആണ്. അതായത് നമ്മളെ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? പൈനിയൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡിനെ കുറച്ച് അത്യാവശ്യം പറയാനുണ്ട്. ഇവര് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രന്ഥി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? കിഡ്നിയുടെ മുകൾ ഭാഗത്താണ്, സുപ്പീരിയറിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്ന് വിളിക്കാൻ പറ്റും. ഒരു അഡ്രിനൽ ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് പാർട്ടാണുള്ളത്. ഒരു അഡ്രിനൽ ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് പാർട്ടാണുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് അഡ്രീനൽ കോർട്ടെക്സ്. ഏതൊക്കെയാണ്? ഒന്ന് അഡ്രീനൽ കോർട്ടെക്സ്. രണ്ടാമത്തെ എന്താണ്? അഡ്രീനൽ മെഡുല്ല. രണ്ടാമത്തെ എന്താ? അഡ്രീനൽ മെഡുല്ല. ക്ലിയർ ആണോ? ഓക്കെ, അഡ്രീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ ലെയർ ആണ്. അഡ്രീനൽ മെഡുല്ല എന്ന് പറയുന്ന ആരാണ്? ഇന്നർ ലെയർ ആണ്. ഈ അഡ്രിനൽ കോർട്ടെക്സിൽ 3 റീജിയൻ ഉണ്ട്. സോണ ഗ്ലോമറുലോസ, സോണ ഫെസിക്കുലേറ്റ, സോണ റെറ്റിക്കുലാരിസ്. സോണ ഗ്ലോമറുലോസ ഏത് ടൈപ്പ് ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിനറാലോ കോർട്ടിക്കോയിഡ്സിനെയാണ്. മാറരുത്. ഫെസിക്കുലേറ്റ് ആണ് നടുവിൽ വരുന്നത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് ഫെസിക്കുലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് എന്ന് പറയുന്നത്. സോണ റെറ്റിക്കുലാരിസ് എന്താ ചെയ്യുന്നത്? സെക്സ് കോർട്ടിക്കോയിഡ്സിനെ റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫീമെയിൽസിന്റെ കേസിലൊക്കെ ഈ സെക്സ് കോർട്ടിക്കോയിഡ്സ് ഉണ്ടല്ലോ, ഗ്രൂപ്പ് ഓഫ് സെക്സ് ഹോർമോൺസിനെ നമ്മൾ ആൻഡ്രജൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഈ സെക്സ് കോർട്ടിക്കോയിഡ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് പുറത്ത് പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെക്സ് കോർട്ടിക്കോയിഡ്സ് പഠിക്കും. ഇനി അഡ്രിനൽ മെഡുല്ലയിൽ 2 ഹോർമോൺസ് ആണ് വരുന്നത്. അഡ്രിനാലിൻ ഉണ്ട്, നോർ അഡ്രിനാലിൻ ഉണ്ട്. ഓക്കെ, അഡ്രിനാലിന് വരുന്നുണ്ട്, നോർ അഡ്രിനാലിന് വരുന്നുണ്ട്. അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. നോർ അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് നോർ എപ്പിനെഫ്രിൻ. അപ്പൊ അഡ്രിനൽ കോർട്ടെക്സിന്റെ ഹോർമോൺസ് ആണ് പറയുന്നത്. ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇവിടെയാണ് മിനറാലോ കോർട്ടിക്കോയിഡ് പ്രൊഡ്യൂസിങ് പാർട്ട് ഓഫ് അഡ്രിനൽ കോർട്ടെക്സ്. ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇവരെന്താ ചെയ്യാ? എൻഹാൻസ്ഡ് സെക്രീഷൻ ഓഫ് അൾഡോസ്റ്റിറോൺ. അൾഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ Na+ വാട്ടർ ഉണ്ടല്ലോ, അതിന്റെ അബ്സോർപ്ഷൻ കൂടും. K+ന്റെ എക്സ്ക്രീഷൻ, അതായത് യൂറിനിലൂടെ അങ്ങനെ പോകുന്ന യൂറിൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് മാക്സിമം Na+നെയും വാട്ടറിനെയും നെഫ്രോൺ വലിച്ചെടുക്കും. നെഫ്രോണിന്റെ ഉള്ളിൽ നിന്ന് ബ്ലഡിലോട്ട് വലിച്ചെടുക്കും. K+നെ നെഫ്രോണിലോട്ട് തട്ടിയിടും. അതാരാ ചെയ്യുന്നത്? മിനറാലോ കോർട്ടിക്കോയിഡ്സ്. അതുവഴി Na+ വാട്ടർ കൂടി കഴിഞ്ഞാൽ ബ്ലഡിന്റെ വോളിയം കൂടും, അതുപോലെ ബ്ലഡ് പ്രഷറും കൂടും. ഓക്കെ, ഇവിടെയാണ് കിഡ്നി കിടക്കുന്നത്. കിഡ്നി ഇത് അവിടെ കിടക്കുന്നു. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കണം കേട്ടോ. ഹൈപ്പോതലാമസിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ ആക്ടിവേറ്റ് ആക്കും. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള ACTH ഉണ്ടല്ലോ, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, അത് ആക്ടിവേറ്റ് ആകും. അത് അഡ്രിനൽ ഗ്ലാൻഡിനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഇതിലെ ഹാർട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫിഗർ നോക്കണം, നിങ്ങൾ നോക്കിയാൽ മതി. ഓരോന്നും ഞാൻ അടുത്തതിൽ പറയാം. അപ്പൊ അഡ്രിനൽ കോർട്ടെക്സും അഡ്രിനൽ മെഡുല്ല ഉണ്ട്. അഡ്രിനൽ കോർട്ടെക്സിൽ വരുന്ന 3 റീജിയൻ ഉണ്ട്. ഓരോ റീജിയനിലും ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോണോ ഗ്ലോമറുലോസ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് മിനറാലോകോർട്ടിക്കോയിഡ്സ്. മിനറാലോകോർട്ടിക്കോയിഡ്സിലെ മെയിൻ ആള് എന്ന് പറയുന്നത് അൽഡോസ്റ്റിറോൺ ആണ്. അപ്പോൾ ഈ അൽഡോസ്റ്റിറോൺ എന്താ ചെയ്യുക വെച്ചാൽ കിഡ്നിയെ പോയിട്ട് ആക്ട് ചെയ്യും, കിഡ്നിയുടെ മുകളിൽ ആക്ട് ചെയ്യും. കിഡ്നി എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് നെഫ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളല്ലേ. കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് എന്താ, നെഫ്രോൺസ്. ഈ നെഫ്രോണില് DCT ഉണ്ട്, PCT ഉണ്ട്, കളക്ടിങ് ട്യൂബ് ഉണ്ട്. അപ്പൊ ഈ നെഫ്രോണിന്റെ ഉള്ളിലൂടെ എന്ത് പോകുന്നുണ്ടാവും, യൂറിന് പോകുന്നുണ്ടാവും. ഈ യൂറിനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഡിയം, വാട്ടർ ഒക്കെ ഉണ്ടാവില്ലേ, അതിനെ തിരിച്ച് ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യാൻ, റീ അബ്സോർബ് ചെയ്യാൻ ആര് സഹായിക്കും, അൽഡോസ്റ്റിറോൺ സഹായിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത കുറെ K+ ഉണ്ട്, അതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ ആര് സഹായിക്കും, അൽഡോസ്റ്റിറോൺ സഹായിക്കും. ഇൻക്രീസ്ഡ് സോഡിയം ലെവൽ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ബ്ലഡ് വോളിയം. നമ്മളെ വാട്ടറും അതുപോലെ സോഡിയം ലെവലും കൂടിക്കഴിഞ്ഞാൽ, റീ അബ്സോർപ്ഷന് ശേഷം സോഡിയം വാട്ടർ കൂടൂലേ, സോഡിയം വാട്ടർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് വോളിയം കൂടും. ഓക്കെ. രണ്ടാമത്തെ ഹോർമോണാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അതിൽ ആരൊക്കെ ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്. കോർട്ടിസോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോണാണ്. ഇവരെവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അഡ്രിനൽ കോർട്ടെക്സിന്റെ മിഡിൽ ലെയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫെസിക്കുലേറ്റയിലല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോൺ ഓഫ് ഫെസിക്കുലേറ്റ, അവിടെയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഇവരെന്താ ചെയ്യുക, നമ്മളെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ സഹായിക്കും. റൈസസ് ലെവൽ ഓഫ് ദി ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോനിയോജനിസിസ് നടക്കുന്നത്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജെനിസിസ് പറഞ്ഞാൽ എന്താ, ഉണ്ടാവുക, ലൈസിസ് പറഞ്ഞാൽ എന്താ, ബ്രേക്കിംഗ്. അപ്പൊ ഗ്ലൈക്കജനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്ലൂക്കോസ് കിട്ടും. അപ്പൊ ഗ്ലൈക്കോജിനോലൈസിസ് നടക്കുന്നുണ്ട് ഇവിടെ. എന്താ നമ്മളെന്താ പറഞ്ഞത്, ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുതലേ, അപ്പൊ ഗ്ലൂക്കോനിയോജനിസിസ് നടക്കുന്നുണ്ട്, ഗ്ലൈക്കോജിനോലൈസിസ് നടക്കുന്നത്, ഗ്ലൈക്കോലൈസിസ്. ഓക്കെ, ഗ്ലൈക്കോലൈസിസ്. ക്ലിയർ ആണോ? ഗ്ലൈക്കോലൈസിസും ഗ്ലൈക്കോജിനോലൈസിസും വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുകൊടുത്ത് ചെറിയൊരു തിരുത്തുണ്ട്. ഗ്ലൈക്കോജിനോലൈസിസ് പറഞ്ഞാൽ എന്താ, ഗ്ലൈക്കജനെ ബ്രേക്ക് ചെയ്യാണ്. ഗ്ലൈക്കോലൈസിസ് പറഞ്ഞാൽ എന്താ, ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്യുക. അപ്പൊ ഗ്ലൈക്കജൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കൂടും. അപ്പൊ ഗ്ലൈക്കോജിനോലൈസിസ് നടക്കുന്നുണ്ട്. ഇവിടെ ഗ്ലൂക്കോസ് അല്ല ഉണ്ടാവുന്നത്, അപ്പൊ ഗ്ലൂക്കോനിയോജനിസിസ് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോർമൽ സെൽ മെറ്റബോളിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോങ് ടേം സ്ട്രെസ്സസിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദീസ് ആർ റിലീസ്ഡ് ഇൻ റെസ്പോൺസ് ടു ഇൻക്രീസ്ഡ് ബ്ലഡ് ലെവൽ ഓഫ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഓക്കെ, ഇതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വരുന്നത് അഡ്രിനോമെഡുല. ഇതിൽ നമ്മൾ സെക്സ് കോർട്ടിക്കോയിഡ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. അതായത് അഡ്രിനൽ കോർട്ടെക്സിൽ 3 ആളുകളുള്ളത്, മിനറലോകോർട്ടിക്കോയിഡ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, സെക്സ് കോർട്ടിക്കോയിഡ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ഇനി വരാൻ പോകുന്നതാണ് അഡ്രിനോമെഡുല. ആക്ച്വലി അഡ്രിനോമെഡുല ഈസ് ഡിറൈവ്ഡ് ഫ്രം എക്ടോഡെർം. ഈ അഡ്രിനോമെഡുലയിൽ ഒരുപാട് ഗ്ലാൻഡുലാർ സെൽസ് ഉണ്ട്. ക്രോമാഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻഡുലാർ സെൽസ് എവിടെ കിടക്കുന്നത്, അഡ്രിനോമെഡുല. ഈ ക്രോമാഫിന് ചിലപ്പോൾ ക്യാൻസർ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ട്യൂമർ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖം ഉണ്ടാവും, അത് നമ്മൾ ശേഷം പറയും. അപ്പൊ ഈ ഒരു അഡ്രിനോമെഡുലയിൽ 2 ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡ്രിനോമെഡുലയിൽ 2 ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് എപ്പിനെഫ്രിൻ, മറ്റൊന്ന് നോർ എപ്പിനെഫ്രിൻ. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ, നമ്മളെ ബോഡി എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും ടു ഡീൽ വിത്ത് ഷോർട്ട് ടൈം സ്ട്രെസ്സസ്. ഉദാഹരണത്തിന്, ടീച്ചർ പെട്ടെന്ന് ഒരാൾ നിങ്ങളെ അടിക്കാൻ പോകുമ്പോൾ നിങ്ങളെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ. ചിലപ്പോൾ പൈലോ ഇറക്ഷൻസ് ഉണ്ടാവും, നിങ്ങളെ രോമം ഉയർന്നു നിൽക്കില്ല, പൈലോ ഇറക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, നമ്മളെ ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കൂടും. അപ്പൊ ഇതിനൊക്കെ കാരണക്കാരാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ആണ്. രണ്ടുപേരെയും ചേർത്തിട്ട് വിളിക്കുന്ന പേരാണ് കാറ്റക്കോളമൈൻസ്. അപ്പോ അഡ്രിനൽ മെഡുല്ലയിലുള്ള ഹോർമോൺസിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, അഡ്രിനൽ മെഡുല്ല ഉണ്ടല്ലോ, ഇതില് ആരുണ്ട്, അഡ്രിനാലിൻ ഉണ്ട്, നോർ അഡ്രിനാലിൻ ഉണ്ട്. അതിന്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിന്, നോർ എപ്പിനെഫ്രിൻ. അപ്പൊ നമ്മൾ എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്. ഇവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കാൻ പറ്റും. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമ്മളെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവും, അത് ഉണ്ടാക്കുന്ന ആളാണ് അഡ്രിനാലിൻ. അപ്പൊ നമ്മളെ ബ്ലഡ് പ്രഷർ, പെട്ടെന്ന് ഒരാൾ നിങ്ങൾ അടിക്കാൻ വരികയാണ്, അപ്പൊ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂട്ടും. പിന്നെ നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടും, മെറ്റബോളിസം സ്പീഡ് ആവും. പിന്നെ വാസോ ഡൈലേറ്റർ ആണ് ബ്ലഡ് വെസൽ വീണ്ടും എന്തെയും വലുതാവും. അപ്പോ മനസ്സിലായോ, വാസോ ഡൈലേഷൻ. പിന്നെ CAMP ലെവൽ ഇൻ മസിൽ ഇൻക്രീസസ്. സോറി കേട്ടോ, ഇത് നേരെ തിരിച്ചാണ് ഇത്, സി ചെറുതും AMP വലുതുമാണ്. അതായത് സൈക്ലിക് AMP ലെവൽ ഇൻ മസിൽ ഉണ്ടല്ലോ, അത് കൂടും. ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഗ്ലൈക്കോജിനോലൈസിസ് എന്താവാണ്, കൂടുകയാണ് ചെയ്യുക. ഗ്ലൈക്കോജെനിസിസ് കുറയും. ഓക്കെ. ഗ്ലൂക്കോസ് റിലീസ് ഉണ്ടല്ലോ, ഫ്രം ലിവർ എന്നുള്ള ഗ്ലൂക്കോസ് റിലീസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, അതായത് ഗ്ലൂക്കോസ് എന്ന്
ലിവറിന്ന് ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ, അതിന്റെ റിലീസ് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലഡിൽ എന്താവും, ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും. ഗ്ലൈക്കോജെനിസിസ് എന്താ, ഗ്ലൈക്കജൻ ബ്രേക്ക് ആവുന്ന പ്രോസസ്സ് കുറയും. ഗ്ലൈക്കോജെനിസിസ് എന്താ, ഗ്ലൈക്കജൻ ഉണ്ടാവുന്ന പ്രോസസ്സ് കുറയും. ക്ലിയർ ആണോ? ഗ്ലൈക്കോജിനോലൈസിസ് എന്താ, ഗ്ലൈക്കജൻ ബ്രേക്ക് ചെയ്യുന്നത് കൂടും. ഗ്ലൈക്കജൻ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കൂടുതൽ ഗ്ലൂക്കോസ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ഗ്ലൈക്കജൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഗ്ലൂക്കോസ്. ഈ അഡ്രിനാലിന്റെ ഒരു ഫംഗ്ഷൻ എന്താ, ഗ്ലൂക്കോസ് കൂട്ടുക എന്നുള്ളത്. അപ്പൊ ഗ്ലൈക്കോജനലൈസിസ് കൂട്ടും. ഗ്ലൈക്കജൻ സിന്തസൈസ് കുറയും, അതാണ് ഗ്ലൈക്കോജെനിസിസ് ഡിക്രീസ് എഴുതിയത്. പിന്നെ ലിവറിൽ നിന്നുള്ള ഗ്ലൂക്കോസിന്റെ റിലീസ് കൂടും, അതുപോലെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂടും. ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും, മസിൽസ് യൂസ് ചെയ്യണം. മസിൽസിന് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മസിൽസ് ഗ്ലൂക്കോസിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കുറയും. അപ്പോൾ മസിൽസ് ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ക്രൈറ്റീരിയ അത് കുറയും. അപ്പൊ മസിൽസ് ഗ്ലൂക്കോസിനെ എടുക്കുന്നത് കുറക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് എന്ത്, അഡ്രിനാലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോർ അഡ്രിനാലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു അഡ്രിനാലിൻ, അഡ്രിനാലിന്റെ പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഡ്യൂറിങ് നോർമൽ സ്റ്റേറ്റ് എക്സസൈസ്. ഈ നോർ അഡ്രിനാലിൻ നമ്മൾ നോർമലായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും എന്തുണ്ടാവും, നോർ അഡ്രിനാലിൻ റിലീസ് ചെയ്യും. അതാണ് വ്യത്യാസം. അഡ്രിനാലിൻ നമ്മൾ സഡൻ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണ്. നോർ അഡ്രിനാലിൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോർ അഡ്രിനാലിൻ നടക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ നോർമൽ സ്റ്റേറ്റ് എക്സസൈസിനും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു നോർ അഡ്രിനാലിൻ റിലീസ് നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ റോൾ ഓഫ് ഹൈപ്പോതലാമസ് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ് ഇൻ സ്ട്രെസ് റെസ്പോൺസ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്ട്രെസ് ഉണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല ടെൻഷൻ വരുമ്പോൾ നമ്മൾ ബോഡിയിൽ ചേഞ്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാൾ അടിക്കാൻ വരികയാണ്, അപ്പൊ നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അടിക്കുമ്പോൾ നമ്മൾ ഒരു സ്ട്രെസ് പോകാൻ വരും. അപ്പൊ അവിടുന്ന് ഒരു കോർട്ടിക്കോ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യും. അത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്ന് ആക്ട് ചെയ്യും. ഓക്കെ, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ACTH ഉണ്ട്, അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ റിലീസ് ആക്കും. അത് അഡ്രിനൽ കോർട്ടെക്സിൽ പോയിട്ട് ആക്ട് ചെയ്യും. അഡ്രിനൽ കോർട്ടെക്സിൽ ഒരുപാട് പാർട്ട് ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഗ്ലോമറുലോസ, ഫെസിക്കുലേറ്റ, അവിടുന്ന് മിനറാല കോർട്ടിക്കോയിഡ്സും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും റിലീസ് ചെയ്യും. ഓക്കെ, ഈ മിനറാല കോർട്ടിക്കോയിഡ്സും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ലോങ് ടേം സ്ട്രെസ് റെസ്പോൺസ് ആണ്. അപ്പൊ മിനറാല കോർട്ടിക്കോയിഡ്സിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ, നമ്മളെ സോഡിയം ഉണ്ടല്ലോ ആൻഡ് വാട്ടർ അത് വലിച്ചെടുക്കാൻ സഹായിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ നമ്മളെ ബ്ലഡ് പ്രഷർ കൂടും, ബ്ലഡ് വോളിയം കൂടും. ഇനി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ഫംഗ്ഷൻ എന്താ, പ്രോട്ടീനും ഫാറ്റ്സും എന്താവും, കൺവേർട്ട് ചെയ്യപ്പെടും, ഗ്ലൂക്കോസിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും, ഓർ ബ്രോക്കൺ ഡൗൺ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആവും ഫോർ എനർജി. നമ്മളെ ബ്ലഡിലുള്ള ഷുഗർ കൂട്ടും. ബ്ലഡിലുള്ള ഷുഗർ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, ഗ്ലൂക്കോനിയോജനിസിസ് സംഭവിക്കും. ഓക്കെ, ഗ്ലൈക്കോലിസിസ് നടക്കും. മനസ്സിലായോ? ഗ്ലൈക്കോജിനോലൈസിസ് നടക്കും, ഗ്ലൈക്കജൻ ബ്രേക്കിംഗ് നടക്കും. പിന്നെ ഇവിടെ നിന്ന് നടക്കുന്നുണ്ട് സപ്രഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തെ എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. അതുപോലെ ഹൈപ്പോതലാമസ് ഉണ്ടല്ലോ, അവിടുന്ന് ഒരു നെർവ് ഇമ്പൾസ് റിലീസ് ചെയ്യും. അത് സ്പൈനൽ കോഡ് വഴി പ്രീ ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക് ഫൈബേഴ്സ് വഴി അഡ്രിനൽ മെഡുല്ലയിലെത്തും. അഡ്രിനൽ മെഡുല്ലയിൽ കാറ്റക്കോളമൈൻസ് ആണ് റിലീസ് ചെയ്യുന്നത്. എപ്പിനെഫ്രിൻ ഉണ്ട്, നോർ എപ്പിനെഫ്രിൻ ഉണ്ട്. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്താ, ഇതൊക്കെ ഇവർ രണ്ടുപേരും ഒരു ഷോർട്ട് ടേം സ്ട്രെസ് റെസ്പോൺസ്, ഒരു ചെറിയ റെസ്പോൺസിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന. നമ്മളെ ഹാർട്ട് റേറ്റ് കൂടും, ബ്ലഡ് പ്രഷർ കൂടും, പിന്നെ ലിവർ ഗ്ലൈക്കജന് മാക്സിമം ഗ്ലൂക്കോസ് ആക്കും, ആ ഗ്ലൂക്കോസ് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോങ് ടൈം സ്ട്രെസ് റെസ്പോൺസ് ആണെങ്കിലും ഷോർട്ട് ടൈം റെസ്പോൺസ് ആണെങ്കിലും ഇവിടെ ബ്ലഡ് ഷുഗർ കൂടും. അതായത് ബ്ലഡിലുള്ള ഷുഗറിന്റെ എമൗണ്ട് കൂടും. ഷുഗറിന്റെ എമൗണ്ട് കൂടാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, ഗ്ലൂക്കോനിയോജനിസിസ്, ഗ്ലൈക്കോജിനോലൈസിസ്. ഗ്ലൈക്കോലൈസിസ് എന്ത് ചെയ്യണം, കുറയണം. ഗ്ലൂക്കോനിയോജനിസിസ് കൂടണം, ഗ്ലൈക്കോജിനോലൈസിസ് കൂടണം, ഗ്ലൈക്കോലൈസിസ് അതായത് ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്യുന്നത് കുറയണം. പിന്നെ മസിൽസ് ഗ്ലൂക്കോസിനെ അടക്കുന്ന ആ ഒരു പ്രോസസ്സും കുറയണം. മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, പേഴ്സണലി വന്നിട്ട്. ഇനി വരുന്നതാണ് ഗൊണാഡൽ ഹോർമോൺ. ഗൊണാഡൽ ഹോർമോൺ എന്ന് പറയുമ്പോൾ സെക്സ് കോർട്ടിക്കോയിഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ വരും. ഓക്കെ, അതൊക്കെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. മെയിൽ ഗൊണാഡ് എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ഉദാഹരണത്തിന് ടെസ്റ്റിസിന്റെ ഉള്ളിൽ ലേഡിക് സെൽസ് ഉണ്ട്. ലേഡിക് സെൽസിന്റെ മറ്റൊരു പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. അവരെന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്, അതുപോലെ ലേഡിക് സെൽസ് ഉണ്ട്. ഈ ലേഡിക് സെൽസ് എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിന്റെ പേരാണ് ആൻഡ്രജൻ.
അപ്പോൾ ആൻഡ്രോജൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ആൻഡ്രോജൻ എന്ന ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് അതിലെ പ്രധാനപ്പെട്ട ആളാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻ. മെയിലില് ആദ്യം പ്രൈമറി സെക്സ് ഓർഗൻ ഉണ്ടാവും, പിന്നെ ഒരു പ്യൂബർട്ടിക്ക് എത്തി കഴിയുമ്പോൾ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ സ്പെർമാറ്റോജെനിസിസ് നടക്കാൻ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? ടെസ്റ്റോസ്റ്റിറോൺ സഹായിക്കുന്നുണ്ട്. എരിത്രോപോയിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ടെസ്റ്റോസ്റ്റിറോൺ സഹായിക്കുന്നുണ്ട്. എരിത്രോപോയിസിസ് പറഞ്ഞാൽ എന്താ? എരിത്രോസൈറ്റ്സ്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്ന പ്രോസസ്സിനാണ് എരിത്രോപോയിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നടക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റോസ്റ്റിറോൺ സഹായിക്കുന്നുണ്ട്. ഇനി ഫീമെയിൽ ഗൊണാഡ് എന്ന് പറയുന്നത് ആരാണ്? ഫീമെയിൽ ഗൊണാഡ് എന്ന് പറയുന്നത് ആരാണ്? ഓവറിയാണ്. ഓവറിയിൽ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ ആക്ച്വലി ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഫോളിക്കുലാർ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് മെംബ്രെയിൻ ഗ്രാനുലാസ് ഓഫ് ഗ്രാഫിൻ ഫോളിക്കിൾ. അതായത് നമ്മള് മെൻസ്ട്രൽ സൈക്കിളിൽ പ്രൈമറി ഫോളിക്കിൾ ഉണ്ട്, സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ട്. സെക്കൻഡറി ഫോളിക്കിൾ ഡെവലപ്പ് ആയിട്ട് ഗ്രാഫിൻ ഫോളിക്കിൾ ആവൂലേ? ഈ ഗ്രാഫിൻ ഫോളിക്കിളിന് ഒരു മെംബ്രെയിൻ ഗ്രാനുലോസ് ഉണ്ടാവും. ആ മെംബ്രെയിൻ ഗ്രാനുലോസക്ക് ഫോളിക്കുലാർ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അവരാണ് ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഈസ്ട്രജനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വേറൊരാളാണ് ആര്? LH, ലൂട്ടനൈസിങ് ഹോർമോൺ. ലൂട്ടനൈസിങ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള ഹോർമോണാണ്. അവരെന്ത് ചെയ്തു? ഈസ്ട്രജൻ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു വരുന്ന ഒരാളാണ് എസ്ട്രാഡിയോൾ. മറ്റൊരു ഹോർമോൺ ആണ് എസ്ട്രാഡിയോൾ. ഞാനത് ഹൈലൈറ്റ് ചെയ്യാൻ മറന്നുപോയി. എസ്ട്രാഡിയോൾ ഉണ്ടല്ലോ, ഒരു ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ എന്ന് പറയുമ്പോൾ ഈസ്ട്രോജനിൽ തന്നെ പല ആളുകളുണ്ട്. അതൊരു മെയിൻ ഈസ്ട്രജൻ ആണ്. അവരെന്ത് ചെയ്യും? നമ്മളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓവറിയിലുള്ള ഹോർമോൺസ് ആണ് പറയുന്നത്. അതിൽ ഈസ്ട്രജൻ ഉണ്ട്, റിലാക്സിൻ ഉണ്ട്. ഈസ്ട്രജനിൽ വരുന്ന ഈസ്ട്രജന്റെ കുറെ ടൈപ്പ് ഉണ്ട്. അതിന്റെ ജനറൽ ഫംഗ്ഷൻ ആണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഒരു എസ്ട്രാഡിയോൾ എന്ന് പറയുന്നത്. അതൊരു മെയിൻ ഈസ്ട്രജൻ ആണ്. ഇവരെന്ത് ചെയ്യും? ഗ്രോത്തിനെയും ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സഹായിക്കുന്ന ആളാണ് ആര്? എസ്ട്രാഡിയോൾ. അതൊരു മെയിൻ ഈസ്ട്രജൻ ആണ്. മെയിലിന്റെ സെക്കൻഡറി സെക്സ് ഓർഗനെ ഡെവലപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ടെസ്റ്റോസ്റ്റിറോൺ. ഫീമെയിൽസിന്റെ കേസിൽ അത് എസ്ട്രാഡിയോൾ ആണ്. ഈസ്ട്രജൻ എഴുതിയാലും തെറ്റില്ല. റിലാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ഹോർമോൺ ആണ്. ആ ഹോർമോൺ ഏത് സമയത്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? പ്രഗ്നൻസിയുടെ സമയത്താണ് പ്രൊഡ്യൂസ് ചെയ്യുക. മറ്റൊരു ഹോർമോൺ ആണ് പ്രൊജെസ്റ്റിറോൺ. പ്രൊജെസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീറോയിഡ് ഹോർമോൺ ആണ്. കുട്ടികളെ നിങ്ങൾ ഒരു ടേബിൾ ഉണ്ടാക്കണം കേട്ടോ. ഞാനൊരു നോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഏതൊക്കെ ഹോർമോണാണ് സ്റ്റീറോയിഡ് ഹോർമോൺ, ഏതൊക്കെ ഹോർമോണാണ് പെപ്റ്റൈഡ് ഹോർമോൺ, അത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചോദിക്കണം. അപ്പൊ പ്രൊജെസ്റ്റിറോൺ എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് ഹോർമോൺ ആണ്. അത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കോർപ്പസ് ലൂട്ടിയം ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഓവം പുറത്തോട്ട് വരില്ലേ? ഓവം പുറത്തോട്ട് വന്നിട്ട് ബാക്കിയുള്ള ഭാഗമാണ് കോർപ്പസ് ലൂട്ടിയം. അതായത് ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓവം വരും. ഓവം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള റീജിയൻ ആണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയാം. അപ്പൊ കോർപ്പസ് ലൂട്ടിയം അങ്ങനെ കിടക്കും. ആ കോർപ്പസ് ലൂട്ടിയം പ്രഗ്നൻസിയുടെ സമയത്ത് അതുപോലെ തന്നെ കിടക്കും. ഒരു സ്പേം വന്നിട്ട് ഓവുമായി ഫ്യൂസ് ചെയ്താൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കും. ഫെർട്ടിലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കോർപ്പസ് ലൂട്ടിയം അവിടെ തന്നെ ഉണ്ടാവും. അതായത് നിങ്ങൾ ഈ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മെൻസ്ട്രൽ സൈക്കിളിന്റെ 14th ഡേ ഗ്രാഫിൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്തിട്ട് ഗ്രാഫിൻ ഫോളിക്കിൾ നിന്ന് ഓവം പുറത്തോട്ട് വരും. ഈ പുറത്തു പോയ ഓവം ഫെലോപ്പിയൻ ട്യൂബ് വഴി യൂട്രസ് പോലെ. അപ്പൊ ഒരു സ്പേം വന്നിട്ട് ഈ ഓവമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ ഫോളിക്കിൾ ഉണ്ടല്ലോ, ഓവം പോയ ഗ്രാഫിൻ ഫോളിക്കിളാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർപ്പസ് ലൂട്ടിയം. അത് അതുപോലെ തന്നെ അവിടെ നിൽക്കും. എന്നിട്ട് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി. അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് വിളിക്കും? പ്രഗ്നൻസി ഹോർമോൺ എന്ന് വിളിക്കും. ഇറ്റ് ഹാസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇഫക്ട്സ് ഓൺ FS ആൻഡ് LH സെക്രീഷനും അതുപോലെ FS സെക്രീഷനും അതിനെതിരെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാക്കും. അങ്ങനെ പറഞ്ഞാൽ LH FSH അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. ഒന്ന് കൂടി കഴിഞ്ഞാൽ മറ്റേ കുറയും. അങ്ങനെ അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പ്രൊജെസ്റ്റിറോൺ. ഇനി പാൻക്രിയാറ്റിക് ഐലറ്റ്സ്. ശരിക്കും പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു മിക്സഡ് ഗ്ലാൻഡ്. അതിന് എക്സോക്രൈൻ പാർട്ടും ഉണ്ട്, എൻഡോക്രൈൻ പാർട്ടും ഉണ്ട് അല്ലെ? എക്സോക്രൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥിയാണ്. അങ്ങനത്തെ ഒരു ഭാഗമുണ്ട്. ഡക്റ്റ് ഇല്ലാത്തൊരു ഭാഗമുണ്ട്, അതാണ് എൻഡോക്രൈൻ പാർട്ട്. നമ്മൾ എൻഡോക്രൈൻ പാർട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പാൻക്രിയാറ്റിക് ഐലറ്റ്സ് എന്താണ്? ഒരു മിക്സഡ് ഗ്ലാൻഡ് ആണ്. അത് രണ്ട് ടൈപ്പ് ഹോർമോൺസിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂക്കാഗോൺ ഉണ്ട്. ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂക്കാഗോൺ ഉണ്ട്. ക്ലിയർ ആണോ? ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂക്കാഗോൺ ഉണ്ട്. ഇൻസുലിൻ എന്ന് പറഞ്ഞത് ഒരു പോളിപെപ്റ്റൈഡ് ആണ് വിത്ത് 2 ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്. പോളിപെപ്റ്റൈഡ് ആണ്. അതിലെന്തുണ്ട്? 2 ചെയിൻ ഓഫ് അമിനോ ആസിഡ് ഉണ്ട്. അതായത് ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്. ആൽഫയിൽ 21 അമിനോ ആസിഡ് ഉണ്ട്, ബീറ്റയിൽ
30 അമിനോ ആസിഡ് ഉണ്ട്. ക്ലിയർ ആണോ? ഇവിടെ 2 പോളിപെപ്റ്റൈഡ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. 2 പോളിപെപ്റ്റൈഡ്. 2 പോളിപെപ്റ്റൈഡ് വരുമ്പോൾ 1 ആൽഫയാണ്, 1 ബീറ്റയാണ്. ആൽഫയില് 21 അമിനോ ആസിഡ് ഉണ്ട്, മറ്റേല് 30 അമിനോ ആസിഡ് ഉണ്ട്. ഇത് ആരാ സിന്തസൈസ് ചെയ്യുന്നത്? ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത് ഈ പാൻക്രിയാറ്റിക് ഐലറ്റ്സിൽ ഒരു ബീറ്റാ സെൽ ഉണ്ട്, അവരാണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിനെ സിന്തസൈസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഗ്ലൂക്കാഗോൺ. ഗ്ലൂക്കാഗോൺ എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ പോളിപെപ്റ്റൈഡ്, ഒറ്റ പോളിപെപ്റ്റൈഡ് ഉള്ളൂ, 29 അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്. അത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൽഫ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവര് നേരെ ആന്റഗോണിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുക. അതായത് ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്ലൂക്കാഗോൺ കാണിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ ബ്ലഡിലുള്ള ഷുഗർ ഉണ്ടല്ലോ, ആ ഷുഗറിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻസുലിനും ഗ്ലൂക്കാഗോണും. എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഓക്കെ, നോക്കിക്കോളൂ. ഇതാണ് ഒരു പാൻക്രിയാസിന്റെ സ്ട്രക്ചർ. പാൻക്രിയാസിന് എക്സോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, അതിൽ ബീറ്റാ സെൽ ഉണ്ട്, ആൽഫ സെൽ ഉണ്ട്. ബീറ്റാ സെല്ല് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും, ആൽഫ സെല്ല് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്ലൂക്കാഗോണിനെ റിലീസ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മള് ഫിഗർ എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ ശരീരത്തിൽ എത്ര ബ്ലഡ് ആണ് വേണ്ടത്, സോറി, ബ്ലഡിൽ എത്ര ഗ്ലൂക്കോസ് ആണ് വേണ്ടത്? 9 mg/100 ml ആണ്. അപ്പോ നമ്മളെ ബ്ലഡിലെ ഷുഗർ കൂടി, എലിവേറ്റഡ് ബ്ലഡ് ഷുഗർ ലെവൽ. അപ്പൊ എന്ത് സംഭവിക്കാറ്? ബ്ലഡിൽ ഷുഗർ കൂടി കഴിഞ്ഞാൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. ഇൻസുലിൻ സെക്രീറ്റിംഗ് സെൽസ് ഓഫ് ദി പാൻക്രിയാസ്, അതായത് ബീറ്റാ സെൽ എന്ത് ചെയ്യും? ഇൻസുലിൻ സെക്രീറ്റിംഗ് സെൽസ് പറഞ്ഞാൽ എന്താ? ബീറ്റാ സെൽ. അവർ ആക്ടിവേറ്റ് ചെയ്യപ്പെടും, അവർ ഇൻസുലിനെ ബ്ലഡിലോട്ട് റിലീസ് ചെയ്യും. ഓക്കെ, ഇൻസുലിനെ ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാറ്? ഇൻസുലിനെ ബ്ലഡിലോട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലെ ഷുഗർ പോകണം. ബ്ലഡിലെ ഷുഗർ പോവാനുള്ള മെത്തേഡ് എന്തൊക്കെയാണ്? അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം ബ്ലഡ് ഈസ് എൻഹാൻസ്ഡ് ബൈ മോസ്റ്റ് ബോഡി സെൽ. നമ്മളെ സെല്ലുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ എടുക്കാൻ തുടങ്ങും. അതായത് നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടി, അപ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഇൻസുലിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും. എങ്ങനെയാണ് കുറയുന്നത്? നമ്മളെ ബാക്കിയുള്ള സെല്ലുകളൊക്കെ എന്ത് ചെയ്യും? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ എടുക്കും. അതുപോലെ ലിവർ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ എടുക്കും, എന്നിട്ട് അത് ലിവറിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെ നമ്മളെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്ലൈൻ ടു സെറ്റ് പോയിന്റ്. ആ ഒരു പോയിന്റ് വരെ എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ ഇൻസുലിന്റെ റിലീസ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. നമ്മൾ ഫുഡൊന്നും കഴിക്കണില്ല സപ്പോസ്, അങ്ങനെ നമ്മൾ നോർമലായി, പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, അപ്പോൾ നമ്മളെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ലോ ബ്ലഡ് ഷുഗർ ആയി. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് റിലീസിങ് സെൽസ് ഉണ്ടല്ലോ, അഥവാ ആൽഫ സെൽസ്, അവർ ആക്ടിവേറ്റ് ചെയ്യപ്പെടും, അവർ ഗ്ലൂക്കോഗോണിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോഗോൺ ബ്ലഡിലോട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? ബ്ലഡിലെ ഷുഗർ കൂടണം. അപ്പോൾ ബ്ലഡിലെ ഷുഗർ കൂടാൻ എന്തൊക്കെയാണ് മെത്തേഡ്സ് ഉള്ളത്? ലിവർ ഉണ്ടല്ലോ, ലിവറിൽ നമ്മൾ ഗ്ലൈക്കോജൻ ആയിട്ട് ഷുഗറിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ലിവർ ബ്രേക്സ് ഡൗൺ ഗ്ലൈക്കോജൻസ്, ഓക്കെ, സ്റ്റോർസ് ആൻഡ് റിലീസസ് ഗ്ലൂക്കോസ് ടു ബ്ലഡ്. ക്ലിയർ ആണോ? അങ്ങനെ നമ്മളെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടാൻ തുടങ്ങും ലിവറിലെ ഗ്ലൈക്കോജൻ ബ്രേക്കിംഗ് നടക്കുമ്പോൾ. അപ്പൊ ലിവറിലെ ഗ്ലൈക്കോജൻ ബ്രേക്കിങ്ങിനാണ് ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറയുന്നത്. റൈസിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റിട്ടേൺ ബ്ലഡ് ഷുഗർ ടു ഹോമിയോസ്റ്റാറ്റിക് സെറ്റ് പോയിന്റ്. ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റ് വരെ എന്തെയും ബ്ലഡ് കൂടും, ബ്ലഡിലുള്ള ഷുഗർ കൂടും. ഓക്കെ, അങ്ങനെ ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോഗോണിന്റെ റിലീസ് നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഗ്രോസ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡിന്റെ സമയത്ത് നന്നായിട്ട് ഗ്രോ ചെയ്യും, ബട്ട് ഗ്രാജുവലി ഡിക്രീസ് ഇൻ സൈസ് ആഫ്റ്റർ പ്യൂബർട്ടി. പിന്നെ പ്യൂബർട്ടിക്ക് ശേഷം ഇങ്ങനെ ചെറുതായി വരാൻ തുടങ്ങും. ഇവരെന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈമോസിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഹോർമോണിന്റെ പേരാണ്. ഇവരെന്ത് സ്റ്റിമുലേറ്റ് ചെയ്യും? ഡെവലപ്മെന്റ് ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റ് എന്നാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോഴേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് അറിയാം? നമ്മൾ തൈമസ് ഗ്ലാൻഡ് ഇങ്ങനെ ചെറുതായി വരുന്നതുകൊണ്ടാണ്. പ്യൂബർട്ടിക്കേഷൻ ഇങ്ങനെ ചെറുതായി വരാൻ തുടങ്ങും. ഇവർ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉള്ള ഗ്രോത്ത് ഉണ്ടല്ലോ, അതിനെയും കൺട്രോൾ ചെയ്യുന്നവരാണ് തൈമസ് ഗ്ലാൻഡ്. ഇപ്പൊ ഇത്രയും നമ്മൾ ഗ്രന്ഥികൾ പറഞ്ഞു. അതായത് നമ്മൾ എന്താ പറഞ്ഞ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇതുവരെ പറഞ്ഞത്. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളൊന്നുമില്ല, അവര് ഗ്രന്ഥികളൊന്നുമില്ല, പക്ഷെ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ഒരാളാണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി. കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് റെനിൻ, ആൻജിയോടെൻസിനോജിനേസ്. ഈ ആൻജിയോടെൻസിനോജിനേസ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയോ? ജെ സെൽസ് ഓഫ്
JGA ഓഫ് കിഡ്നി. കിഡ്നിന്റെ നെഫ്രോണിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പഠിക്കും. ആ ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന റീജിയനിൽ ജസ്റ്റാഗ്ലോമറുലാർ സെൽസ് ഉണ്ട്. അവരാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റെനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരെ എപ്പോഴാണ് റിലീസ് ചെയ്യപ്പെടാറോ? പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പോൺസ് ടു ലോ ബ്ലഡ് വോളിയം. ബ്ലഡ് വോളിയം കുറഞ്ഞു, അല്ലെങ്കിൽ ബ്ലഡിലുള്ള NaClന്റെ കണ്ടന്റ് കുറഞ്ഞു, അപ്പോഴാണ് റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ സംഭവിക്കാറ്? ആൻജിയോടെൻസിനോജൻ ഉണ്ടാവും. ഈ ആൻജിയോടെൻസിനോജനിൽ വന്നിട്ട് റെനിൻ ആക്ട് ചെയ്യുമ്പോൾ അത് ആൻജിയോടെൻസിൻ 1 ആവും. ആൻജിയോടെൻസിൻ 1 എഗെയിൻ റെനിൻ വന്നിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആൻജിയോടെൻസിൻ 2 ആവും. ഈ ആൻജിയോടെൻസിൻ 2 ഉണ്ടല്ലോ ഒരു വാസോ കൺസ്ട്രിക്ടർ ആണ്. വാസോ കൺസ്ട്രിക്ടർ ആണ് നമ്മളെ ബ്ലഡ് വെസൽ അങ്ങോട്ട് ചെറുതാവും. ചെറുതായി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും. ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ ബ്ലഡിന്റെ പമ്പിങ് കൂടും. അപ്പൊ മാക്സിമം ബ്ലഡ് ഈ കിഡ്നിയുടെ ഭാഗത്തേക്ക് വരും. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കും. പിന്നെ മറ്റൊരു മറ്റൊരു ഹോർമോൺ ആണ് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോൺ ആണ് എരിത്രോപോയിറ്റിൻ. അതൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. എരിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മൾ എരിത്രോപോയിസിസ് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. RBC പ്രൊഡക്ഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എരിത്രോപോയിസിസ് എന്ന് വിളിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? എരിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. ഇനി പ്ലാസന്റയാണ് മറ്റൊരു ഓർഗൻ. അത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ഒരാളാണ് എസ്ട്രാഡിയോൾ, പ്രൊജസ്റ്റിറോൺ, HCG ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ, HPL ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടേജൻ. അപ്പം HCG ഉണ്ടല്ലോ, it maintains the corpus luteum for continued secretion of progesterone so as to maintain the pregnancy. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവം പുറത്തു പോകും. അപ്പൊ ബാക്കിയുള്ള ഗ്രാഫിൻ ഫോളിക്കിളിന്റെ ഭാഗമാണ് കോർപ്പസ് ലൂട്ടിയം. അപ്പൊ ഈ പോയ ഓവം ഉണ്ടല്ലോ, അത് സ്പേമുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നാൽ കോർപ്പസ് ലൂട്ടിയം നമ്മളെ പ്രഗ്നൻസി കഴിയുന്നത് വരെ അവിടെ നിൽക്കും. ഈ കോർപ്പസ് ലൂട്ടിയാണ് പ്രൊജസ്റ്ററോണെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത്, സെക്രീഷൻ ചെയ്യാൻ സഹായിക്കുന്നത്. പ്രൊജസ്റ്ററോൺ ആണ് നമ്മളെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഈ പോയ ഓവം എന്ത് ചെയ്യുന്നില്ല? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ കോർപ്പസ് ലൂട്ടിയം കുറച്ച് കഴിഞ്ഞാൽ എന്തോ ഡീജനറേറ്റ് ആവും. ഇനി ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഹോർമോൺസ്, അതായത് നമ്മളെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ഒരുപാട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ആളാണ് ഗ്യാസ്ട്രിക്. ഇവരെന്താ ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ഗ്യാസ്ട്രിക് മ്യൂക്കോസ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. പെപ്സിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. പാൻക്രിയാസ് എന്ന് ഒരുപാട് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ഗ്യാസ്ട്രിൻ. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ്. ഈ സെക്രീറ്റിൻ എന്താണ്? ഇപ്പൊ പറഞ്ഞ ആളുകൾ മുകളിൽ പറഞ്ഞല്ലോ ഗ്യാസ്ട്രിൻ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് സെക്രീറ്റിൻ. ഇവരെന്ത് ചെയ്യും? സ്റ്റൊമക്കിന്റെ മൂവ്മെന്റിനെ ഇൻഹിബിറ്റ് ചെയ്യും, ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി പാൻക്രിയോസൈമിൻ ഉണ്ട്. പാൻക്രിയോസൈമിൻ എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് കാരണം പാൻക്രിയാസിലുള്ള ഓരോ പലതരത്തിലുള്ള ഹോർമോൺസും എൻസൈമും എന്ത് ചെയ്യും? റിലീസ് ചെയ്യപ്പെടും. പിന്നെ പോളിസൈറ്റോകൈനിൻ ഉണ്ട്. പോളിസൈറ്റോകൈനിൻ എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യും? ഗാൾ ബ്ലാഡറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് കൺട്രാക്ഷൻ നടക്കും. ഗാൾ ബ്ലാഡറിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല കൺട്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബൈൽ സെക്രീഷന്റെ റേറ്റ് കൂടും. പിന്നെ വരുന്നതാണ് എൻഡറോക്രൈനിൻ. എൻഡറോക്രൈനിൻ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ദ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ. ഇൻഡസ്റ്റൈനിൽ ഒരുപാട് മ്യൂക്കോസ് ആണ്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് കാരണം ഇൻഡസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഹോർമോൺസ് പറയുന്നത്. ഈ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് നമുക്ക് അത്ര പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ വീണ്ടും നമുക്ക് കിട്ടും. അതുപോലെ ചില നോട്ടുകളും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് വായിക്കണം. നിങ്ങൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആവണം. നാളത്തേക്ക് മാറ്റി വെക്കരുത്. മാക്സിമം ചെറിയ ലെക്ചർ നോട്ടുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇനി ലാസ്റ്റ് പോർഷൻ ആണ് ഹോർമോൺസ് ആൻഡ് ഡിസീസ്. നമ്മൾ ഒരുപാട് ഹോർമോൺസ് പഠിച്ചു. അപ്പോൾ ഓരോ ഹോർമോൺസ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിസീസ് ഉണ്ടാവും. അപ്പൊ ആ ഡിസീസിന്റെ പേരുകളും എന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ മാക്സിമം ഞാൻ മെൻഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നോട്ടിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഡോർഫിസം. ഡോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? കുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ഗ്രോത്ത് ഹോർമോണുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയാൻ പോകുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ADH ഹോർമോൺ ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നിനും ഡോർഫിസം പറഞ്ഞാൽ ഹൈപ്പോ സെക്രീഷൻ ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. ഹൈപ്പോ മത്തില് ലൈക്ക് ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കുറവ് എന്നുള്ള അർത്ഥം. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഹൈപ്പർ ആവാറില്ല, ദേഷ്യം വരിക എന്നൊക്കെ പറയില്ല. അപ്പൊ ദേഷ്യം കൂടുക. അപ്പൊ അങ്ങനെ പഠിക്കുക. ഹൈപ്പർ പറഞ്ഞാൽ കുറെ ഉണ്ടാവുക. ഹൈപ്പർ സെക്രീഷൻ പറഞ്ഞാൽ കുറെ സെക്രീറ്റ് ചെയ്യുക, കുറെ പ്രൊഡ്യൂസ് ചെയ്യുക. ഹൈപ്പോ പറഞ്ഞാൽ എന്താ? കുറച്ച് സെക്രീറ്റ് ചെയ്യുക. അപ്പൊ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺസ് കുറച്ച് സെക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അസുഖത്തിനാണ് എന്ത് വിളിക്കുന്നത്? ഡോർഫിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ചൈൽഡ്ഹുഡില് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ കൂടി ഹൈപ്പർ സെക്രീഷൻ എപ്പോൾ ഉണ്ടാവുന്ന?
ആ ഒരു അസുഖത്തിനെ വിളിക്കുന്ന പേരാണ് ജൈൻജാൻഡിസം. ഇനി അക്രോമെഗാലി പറഞ്ഞാൽ എന്താ? അഡൽട്ട്ഹുഡിൽ നമ്മൾ വലുതായി, അഡൽട്ടായി, അതിനുശേഷം നമ്മൾ ഗ്രോത്ത് ഹോർമോൺ നന്നായിട്ട് കൂടി ഹൈപ്പർ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. പിന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ പറഞ്ഞൊരു ഒരു അസുഖമുണ്ട്. ഹൈപ്പർ പറഞ്ഞാൽ എന്താ? കൂടുതൽ. ഗ്ലൈസീമിയ പറഞ്ഞാൽ എന്താ? ഗ്ലൈസീമിയ പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് റിലേറ്റഡ് ടു ഗ്ലൂക്കോസ്. അപ്പൊ ഗ്ലൂക്കോസ് നന്നായിട്ട് കൂടി, അപ്പൊ എക്സസ് സെക്രീഷൻ. സോ ഓക്കെ, അപ്പൊ ഈ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടല്ലോ, ഗ്രോത്ത് ഹോർമോൺ നന്നായിട്ട് സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അസുഖം ഉണ്ടാവും. മനസ്സിലായോ? ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അസുഖം ഉണ്ടാവും. നമ്മളെ ഗ്രോത്ത് ഹോർമോൺസ് നന്നായിട്ട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യും. അപ്പൊ നന്നായിട്ട് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബീറ്റാ സെല്ലല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് ഓവറായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്താൽ ബീറ്റാ സെല്ലൊക്കെ എന്താവും? അതിന്റെ ബീറ്റാ സെല്ലുകളുടെ എണ്ണം കുറയും, ബേൺ ഔട്ട് ആവും. അപ്പോൾ ബീറ്റാ സെല്ല് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ഇൻസുലിൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താ അസുഖം ഉണ്ടാവും? ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവും. പിന്നെ മറ്റൊരു അസുഖമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, നമ്മളെ വാസോപ്രസിൻ അഥവാ ADH കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖത്തിനാണ് എന്ത് പറയുന്നത്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പൊ ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഡിസോർഡേഴ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസുഖത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഡിസോർഡേഴ്സ്. അതിൽ വരുന്നതാണ് മിക്സഡിമ. അതായത് മിക്സഡിമ എവിടെയാണ് കാണുന്നത്? അഡൽട്ടിലാണ് കാണുന്നത്. അഡൽട്ടില് തൈറോയിഡിന്റെ എമൗണ്ട് കുറഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖത്തിനാണ് മിക്സഡിമ എന്ന് പറയാം. അത് എഡിമ, ഇറ്റ് കോസസ് എഡിമ. രണ്ടാമത്താണ് ക്രിട്ടിനിസം. ക്രിട്ടിനിസം ആദ്യം അതായിരുന്നു പറഞ്ഞത്. ഇപ്പൊ അതിന് ജനറലി പറയുന്നത് കോൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. ഇവിടെയും തൈറോയിഡിന്റെ എമൗണ്ട് കുറയാണ്. ആരെ കേസിൽ? യങ്സ്റ്റേഴ്സിൽ. അപ്പൊ യങ്സ്റ്റേഴ്സിൽ ഉണ്ടാവുന്ന ക്രിട്ടിനിസം എന്ന് പറയും, അഡൽട്ടിൽ ഉണ്ടാവുന്നതിന് മിക്സഡിമ എന്ന് പറയും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, സോറി, ഗ്രേവ്സ് ഡിസീസ് ഉണ്ടാവാനുള്ള കാരണം ഹൈപ്പർ തൈറോയിഡിസം. അതായത് തൈറോയിഡിന്റെ എമൗണ്ട് കൂടുമ്പോൾ ഉണ്ടാവുന്ന അസുഖത്തിനാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയാം. ഇത് എക്സോപ്താൽമോസ് ഉണ്ടാക്കും, നമ്മളെ തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവാനൊക്കെ കാരണം ആവും. പിന്നെ വരുന്നതാണ് ഗോയിറ്റർ. ഗോയിറ്ററിന്റെ കാരണം ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസ് ആവാം, ഹൈപ്പോതൈറോയിഡിസ് ആവാം, യൂതൈറോയിഡിസ് ആവാം. യൂതൈറോയിഡിസം പറഞ്ഞാൽ നോർമൽ റേറ്റിലുള്ള തൈറോയിഡ് പ്രൊഡക്ഷൻ ആണ് യൂതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഡിസോർഡേഴ്സും കഴിഞ്ഞു. പിന്നെ പാരാതൈറോയിഡ് ഡിസോർഡേഴ്സ് ആണ്. പാരാതൈറോയിഡ് ടെറ്റണിയാണ് ഫസ്റ്റത്തെ അസുഖം എന്ന് പറയുന്നത്. ഇത് ഉണ്ടാവാനുള്ള കാരണം പാരാതൈറോയിഡിന്റെ എമൗണ്ട് കുറച്ച് മാത്രമാണ് സിന്തസൈസ് ചെയ്യുന്നത്. പാരാതൈറോയിഡിസത്തിന്റെ സെക്രീഷന് കുറഞ്ഞു പോയാൽ ഉണ്ടാവുന്ന അസുഖമാണ് ടെറ്റണി. അപ്പോൾ ഇറ്റ് ലീഡ്സ് ടു ഡെഫിഷ്യൻസി ഇൻ ബ്ലഡ് കാൽഷ്യം ലെവൽ. ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കുറയാൻ കാരണമാവും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണും മസിൽ ഫൈബറൊക്കെ എന്താവും? ഡീപോളറൈസ് ആവും. നിങ്ങൾ ഈ പോളറൈസേഷനെ കുറിച്ച് പഠിക്കും. ഡീപോളറൈസ് ആവും. അപ്പോൾ ഡീപോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പെട്ടെന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഓക്കെ, അതാണ് ടെറ്റണി എന്ന് പറയുന്നത്. റീസൺ എന്താ? ഹൈപ്പോ പാരാതൈറോയിഡിസം. പിന്നെ വരുന്നതാണ് ഹൈപ്പർ പാരാതൈറോയിഡിസം. നമ്മളെ ബ്ലഡ് കാൽഷ്യം, ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ടാവുമ്പോൾ എന്താ പ്രശ്നം അറിയാം? ബ്ലഡിലെ കാൽഷ്യ ലെവൽ കൂടും. ബ്ലഡിലെ കാൽഷ്യ ലെവൽ എങ്ങനെ കൂടുക? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പാരാതൈറോയിഡിന്റെ കാര്യങ്ങളൊക്കെ. അതായത് ബ്ലഡിൽ കാൽഷ്യം കൂടണമെങ്കിൽ പാരാതൈറോയിഡ് ഒന്ന് ആക്ട് ചെയ്യും. അതായത് നമ്മളെ ബോണിലുള്ള കാൽഷ്യം എന്ത് ചെയ്യും? ബ്ലഡിലോട്ട് പോകും. അപ്പൊ ബോണിലുള്ള കാൽഷ്യം പോയില്ലേ, അപ്പൊ ബോണിന് എന്ത് സംഭവിക്കും? റീസോപ്ഷൻ സംഭവിക്കും. അങ്ങനെ ബോണിൽ ദ്വാരങ്ങൾ വീഴാൻ തുടങ്ങും. അപ്പൊ ഉണ്ടാവുന്ന അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. ഈ പാൻക്രിയാസുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ആണ്. ഫസ്റ്റ് ഡയബറ്റീസ് മെലിറ്റസ്, നിങ്ങൾക്ക് അറിയാലോ. അതായത് ഗ്ലൂക്കോസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്താൽ അതിനെ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് പ്രോപ്പറായിട്ട് മെറ്റബോളൈസ് ചെയ്യില്ല. കാരണം എന്താ? ഗ്ലൂക്കോസിന്റെ ആ ഒരു മെറ്റബോളിസം കുറയൂല. സോറി, ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം നടക്കൂല. ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം നടന്നാലല്ലേ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കുറയുള്ളൂ. അപ്പൊ ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം നടക്കണമെങ്കിൽ ആര് വരണം? ഇൻസുലിൻ വരണം. ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം നടക്കൂല. അപ്പൊ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കോൺസെൻട്രേഷൻ കുറയില്ല. അപ്പൊ ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റീസ് മെലിറ്റസ്. രണ്ട് ടൈപ്പ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 2 ആണ് കോമൺ. അതെപ്പോഴാണ് ഉണ്ടാവുക? ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് ഉണ്ടാവുക. ടൈപ്പ് 1 ഉണ്ടല്ലോ, ടൈപ്പ് 2 ആണ് കോമൺ. ടൈപ്പ് 1 ജുവനയിൽ നടക്കുന്ന ഡയബറ്റീസ് ആണ്. അതും ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് ആണ്. ഇതെപ്പോഴാണ് ഉണ്ടാവുക? ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായി. ആ വൈറൽ ഇൻഫെക്ഷന് ശേഷം എന്താവും? സ്വന്തം ഇൻസുലിൻ സെൽസിനെ നശിപ്പിക്കും. അങ്ങനെയാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവുന്നത്. ഇനി അഡ്രിനൽ ഗ്ലാൻഡ് ഡിസോർഡേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ കുഷിംഗ് സിൻഡ്രോം ആണ്. അതായത് കോർട്ടിസോൾ ഉണ്ടല്ലോ,
അഡ്രിനൽ ഗ്ലാൻഡ് ഹോർമോൺ ആൻഡ് കോർട്ടിസോൾ അത് നന്നായിട്ട് സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖമാണ് കുഷിംഗ് സിൻഡ്രോം. രണ്ടാമത്തെ അഡിസൺ സിൻഡ്രോം ആണ്. അതിന് മറ്റൊരു പേര് ക്രോണിക് അഡ്രിനോകോർട്ടിക്കൽ ഇൻസഫിഷ്യൻസി. ഇത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ സെക്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖമാണ്. പിന്നെ ഫിയോക്രോമോസൈറ്റോമാസ്. സൈറ്റോമാസ് എന്ന് കേട്ടാൽ അത് ക്യാൻസറുമായി ബന്ധപ്പെട്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മെഡുല്ലയിൽ ക്രോമാഫിൻ സെൽസ് ഉണ്ട്. ആ ക്രോമാഫിൻ സെൽസിന് ട്യൂമർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയാം? ഈ നോർ എപ്പിനെഫ്രീനും എപ്പിനെഫ്രീനും ഉണ്ടല്ലോ, അവരുടെ സെക്രീഷൻ ഭയങ്കരമായിട്ട് കൂടും. അവരുടെ സെക്രീഷൻ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലൊക്കെ മാറ്റം വരും. അപ്പൊ ഇതാണ് അഡ്രിനൽ ഗ്ലാൻഡ് ഡിസോർഡേഴ്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോപ്പിക് കിടക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പേഴ്സണലി ചോദിക്കാം. എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അതുപോലെ നമ്മുടെ പ്രാക്ടീസ് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലഞ്ചിങ് ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്ത് നമ്മളെ തെറ്റാണെങ്കിൽ അത് തിരുത്തും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ നോട്ടായിട്ട് തരും. പിന്നെ PYQലൊക്കെ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇവിടെ നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു ഓൾ.